ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ മറക്കാതെ പ്രസ് ചെയ്യുകയും വേണേ. അതേപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. പിന്നെ ഇവിടെ വന്ന് ഇത് കാണാൻ പറ്റാത്തവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഉംറയ്ക്ക് പോകുമ്പോൾ എന്തെല്ലാം കൊണ്ടുപോകണം അതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള ഒരു വിവരണമാണ് ഞാനിവിടെ പറയുന്നത്. ഓരോ വിശ്വാസിയും കൺകുളിർക്കെ കാണാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഒന്നാണ് മക്ക, മദീന. ലോകത്തു നിന്നും നാനാഭാഗത്തു നിന്നും എത്തിച്ചേരുന്ന വ്യത്യസ്തമായ ആൾക്കാർ, വ്യത്യസ്തമായ ഭാഷയും സംസ്കാരവും ഉള്ള ഒരു മനുഷ്യർ തോളോട് തോള് ചേർന്ന് നടക്കുന്ന മാനവികയുടെ വിശാലമായ മനുഷ്യരെല്ലാം ഒരേ മനസ്സുപോലെ മാറുകയും ചെയ്യുന്നു. എല്ലാ മനുഷ്യരും പരസ്പരം സ്നേഹത്തിൻ്റെയും അതേപോലെ തന്നെ സഹവർത്തിയുടെയും ഒരു ഒത്തുചേരലാണ് ഇവിടെ കാണുന്നത്. ഒരു പൊടിക്കുഞ്ഞിൻ്റെ മനസ്സായിട്ടാണ് നമ്മൾ ഉംറയ്ക്കായാലും ഹജ്ജിനായാലും വരുന്നത്. ഉംറയ്ക്ക് നമ്മൾ പോകുന്നത് തന്നെ നമ്മുടെ പാവങ്ങൾ പൊറുക്കുന്നതിനും അതേപോലെ തന്നെ തൗബ ചെയ്യുന്നതിനും വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ഉംറ ചെയ്യാൻ അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാൻ പോകുമ്പോൾ തയ്യാറെടുക്കുന്നത് നമ്മുടെ പാക്കിംഗ് അല്ലേ. നമ്മൾ പുറത്തിടുന്ന ഡ്രസ്സുകളും അകത്തിടുന്ന ഡ്രസ്സുകളും എല്ലാ സാധനങ്ങളും എല്ലാം പാക്കിംഗ് ചെയ്യുന്ന അതിൻ്റെ ഒരു ഇതിലായിരിക്കും. ചിലവർക്കാണെങ്കിൽ ചില മാനസിക പ്രശ്നങ്ങളും ടെൻഷനും ഡിപ്രഷനും ഒക്കെ കാണും. അന്നേരം അതിനൊക്കെ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറെ ആദ്യം കാണുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ ആദ്യമായിട്ടൊക്കെ വരുന്നവരും കാണും. പിന്നെ അതേപോലെ തന്നെ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നവർ ആദ്യമായിട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓരോ അസുഖങ്ങളുള്ളവർ കാണും. അന്നേരം അതെല്ലാം നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് വേണം എന്തായാലും ഉംറയ്ക്ക് പോകാൻ. അതുപോലെ തന്നെ ആരോടെങ്കിലും നമ്മൾ തെറ്റോ ദേഷ്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അവരോട് പുറത്തു കൊടുക്കുക. അതേപോലെ തന്നെ അവരോട് ക്ഷമ ചോദിക്കുക. നമ്മുടെ സഹജീവികളോട് അനുകമ്പ കാണിക്കുക. കടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തീർക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം കഴിവതും നമ്മൾ ഉംറയ്ക്കോ ഹജ്ജിനോ പോകേണ്ടത്. അത്യാവശ്യമായ നമ്മൾ ഉംറയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളത് ഒരു ചെറിയ ലഘു വിവരണം ഞാനിവിടെ പറയുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഉംറയ്ക്ക് പോകുമ്പോൾ പർദ്ദകൾ, അതായത് പിന്നെ ഡ്രസ്സുകൾ, നമ്മൾ പിന്നെ മരുന്നുകൾ, ഷോക്സുകൾ, ബ്രഷ്, പിന്നെ പേസ്റ്റ്, അതിൻ്റെ കൂടെ ഒരു ചെറിയ ഫ്ലാസ്കും കൂടെ നിങ്ങൾ എടുക്കണം. തലയിൽ തേക്കുന്ന ഓയിലൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒരു ചെറിയ കുപ്പിയിലാക്കിയിട്ട് റാപ്പ് ചെയ്ത് വയ്ക്കുക. പിന്നെ വേണ്ടത് മെയിനായിട്ട് ഒരു ചെറിയ നോട്ട്ബുക്കോ അല്ലെങ്കിൽ ചെറിയ ഡയറിയോ നിങ്ങൾ കൈ വയ്ക്കുക. അതിൻ്റെ കൂടെ ഒരു പേനയും കൂടെ വയ്ക്കുക. പിന്നെ ടവലൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ 2 ടവലെങ്കിലും നിങ്ങൾ വയ്ക്കുക. ഇതൊക്കെ ഒരു സിപ്പ് ലോക്ക് കവറിൽ വെച്ചാൽ വളരെ സേഫ്റ്റി ആയിട്ട് അവിടെ തന്നെ ഇരിക്കും. പിന്നെ വേണ്ടിയത് മാസ്ക് മറക്കാതെ നിങ്ങളത് കരുതിയിരിക്കണം. ഒരുപാട്, അതായത് ഈ ലോകത്തുള്ള നാനാഭാഗത്തുള്ള ആൾക്കാരാണ് വന്ന് ഇവിടെ ഉംറ ചെയ്യാൻ വരുന്നത്. അന്നേരം അതനുസരിച്ച് വേണം നമ്മളും, അതല്ലെങ്കിൽ പല പല അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരും. അതുകൊണ്ട് കഴിവതും നിങ്ങൾ മാസ്ക് ഇട്ട് വേണം നിങ്ങൾ ഉംറ ചെയ്യാൻ. അതുപോലെ മുട്ടുവേദനയൊക്കെ ഉള്ളവർ പിന്നെ നീ ക്യാപ്പ് അത് നാട്ടിൽ നിന്ന് തന്നെ കരുതുക. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. കഴിവതും നിങ്ങൾ അതൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കുക. അതേപോലെ തന്നെ ഷുഗറും പ്രഷറും ഒക്കെ നോക്കുന്ന അതിൻ്റെ ഇതൊക്കെ നിങ്ങൾ അത്യാവശ്യമായിട്ട് കരുതി വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് നട്ട്സ്, സ്നാക്സ് ഇതൊക്കെ കരുതി വെക്കണം. 2-3 പ്ലാസ്റ്റിക് പീസുകൾ, നമ്മുടെ അഴുക്കുകൾ ഡ്രസ്സോ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ വെക്കാനായിട്ട്. അതേപോലെ തന്നെ 2-3 ജോഡി ചെരുപ്പുണ്ടെങ്കിലും നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെരുപ്പൊക്കെ ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ നഷ്ടപ്പെടും. അന്നേരം നമുക്ക് തവാഫൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുഞ്ഞിനൊക്കെ എടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഒരു കവറ് നിങ്ങൾ ഉംറയ്ക്ക് പോകുമ്പം കയ്യിൽ വെച്ചേക്കണം. തവാഫും ഉംറയും ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഈ ചെരുപ്പ് ഊരി നമുക്ക് സേഫ്റ്റി ആയിട്ട് ഈ കവറിനുള്ളിൽ വെച്ച് നമുക്ക് ഉംറ ചെയ്യാവുന്നതാണ്. ക്യാഷും പിന്നെ അതേപോലെ തന്നെ ഡോക്യുമെൻസും ഇതെല്ലാം നിങ്ങൾ വളരെയധികം സൂക്ഷിച്ചു വയ്ക്കുക.
എല്ലാ കാര്യങ്ങളും അമീർമാർ തന്നെ എല്ലാം പറഞ്ഞു തരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഇവിടെ വന്നിട്ട്, ആകെ 15 ദിവസമായിരിക്കുമല്ലോ ഉംറ ചെയ്യാൻ നിങ്ങൾ വരുന്നത്. അന്നേരം അതിൻ്റെ ഇടയിൽ നിങ്ങൾ മക്കയിലും മദീനയിലോട്ടും ആയിരിക്കും. പക്ഷേ മക്കയിൽ തന്നെ നിങ്ങൾക്ക് പിന്നെ എത്ര ദിവസം വേണമെങ്കിലും, അതായത് ഒരാഴ്ച കാണും. ആ ഒരാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഉംറ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഐഷ പള്ളി അടുത്തുണ്ട്. അങ്ങനെ ഒരു ഉംറ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത ഉംറ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഹ്റാം കെട്ടുന്നത് ഐഷ പള്ളി പോയിട്ട് വേണം. ആ സമയം നമ്മുടെ മനസ്സ് വല്ലാത്തൊരു ഫീലായിരിക്കും. നമ്മുടെ മനസ്സായാലും ശരീരമായാലും ഒരേപോലെ വൃത്തിയാക്കണം. അതേപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ മുഖവും മുൻകൈയും അതൊഴിച്ച് ബാക്കിയെല്ലാം നല്ല ഔറത്തെല്ലാം മറച്ചിരിക്കണം. അതുപോലെ എല്ലാവർക്കും അറിയാമല്ലോ, ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പിന്നെ ആ രീതിയിൽ വേണം നമ്മൾ നടക്കാനൊക്കെ. ഇഹ്റാം കെട്ടിയതിന് ശേഷം നമ്മൾ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ഹറമി എത്തുന്നവരെ ഈ തൽബിയത്ത് ചൊല്ലണം. ഉംറയാണ് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അന്നേരം ഉംറയുടെ നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ തവാഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 2 റക്അത്ത് മഖാം ഇബ്രാഹിമിൻ്റെ മുമ്പിൽ വെച്ച് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം. പിന്നെ നമ്മൾ സഅയ്യാണ് ചെയ്യേണ്ടത്. നമ്മൾ സഫ മർവയിൽ പോവും. അവിടെയും നമ്മൾ ഇന്നപോലെ നമുക്ക് അറിയാവുന്ന ദിക്റുകളെല്ലാം ചൊല്ലിയാൽ മതി. ദിക്റുകളും പ്രാർത്ഥനകളും അതേപോലെ തന്നെ മുസാഫുകൾ ഒരുപാട് അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് അതെടുത്ത് സഅയ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓതാം. സഅയ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുടി മുറിക്കലാണ്. ആണുങ്ങളാണെങ്കിൽ തല മുട്ടയാണ് അടിക്കുന്നത്, മുട്ടയടിക്കും. പിന്നെ സ്ത്രീകളാണെങ്കിൽ മുടിയുടെ ഇത് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയും. അങ്ങനെയാണ് നമ്മൾ ഉംറ പൂർത്തീകരിക്കുന്നത്. അൽഹംദുലില്ലാ, എല്ലാവർക്കും ഇവിടെ വന്ന് ഉംറ ചെയ്യാനുള്ള ഭാഗ്യം തരട്ടെ. ചെയ്തവർക്ക് ഇനിയും കൂടുതൽ ചെയ്യാനുള്ള ഭാഗ്യവും, അതേപോലെ ചെയ്യാത്തവർക്ക് വന്ന് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ തന്നെ നിങ്ങളുടെ ദുആയിലെല്ലാം ഞങ്ങളെയും കൂടെ പങ്ക് ചേർക്കണം. വരാൻ പറ്റാത്തവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരാനുള്ള ഭാഗ്യം സാധിക്കട്ടെ. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഇതായ, അതായത് കൂടുതൽ പവിത്രവും പൗരുഷവുമായ ഈ ഹറമുകളിൽ വരാൻ എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇടാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുണ്ട്, അത് മറക്കാതെ പ്രസ് ചെയ്യുകയും വേണം. ഇതേപോലെയുള്ള നല്ല വീഡിയോകൾ ഇനിയും ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുകയും ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.